പ്രസ് മീറ്റിന് വരാതിരുന്നത് ചേട്ടാ വേറൊരു ഷൂട്ടില്ല നീലേശ്വരത്ത് കാസർഗോഡ്, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിനായാലും ഈ സിനിമ ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ടിരിക്കുന്നത് കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം വിജയരാഘവൻ സാർ ചെയ്യുന്ന ഒരു മികച്ച കഥാപാത്രം എന്നുള്ള രീതിയിലാണ്. അതിന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ഔസേപ്പ് എന്നുള്ള കഥാപാത്രമായിട്ട് വിജയരാഘവൻ സാറിനെ ചൂസ് ചെയ്തത്? ഈ ഔസേപ്പിന്റെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, ഇമോഷണൽ ആർക്കുണ്ട്. അത് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ മാനറിസവും അതെല്ലാം അതിന് ആപ്റ്റാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ കുട്ടനെ തന്നെ അതിനകത്ത് ഫിക്സ് ചെയ്തത്. കഥാപാത്രത്തിൽ നമുക്ക് ഓർമ്മ വന്ന പോലെ തോന്നി? അങ്ങനെ അങ്ങനെ തോന്നിയൊന്നുമില്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു ഇതിനപ്പുറത്തേക്ക് ഇപ്പം കുട്ടേട്ടൻ പറഞ്ഞ ആ പോയിന്റ് വളരെ ചിലപ്പം കറക്റ്റായിരിക്കും. ഇപ്പം എൻ്റെ ക്യാരക്ടറായാലും ഷാജുവിൻ്റെ ക്യാരക്ടറും ഏതൊരു ആക്ടറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ്. കാരണം അത്രയധികം മാനസികാവസ്ഥകളിലൂടെയും വേരിയേഷൻസിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അത്ര നമുക്കിപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഓരോ സിറ്റുവേഷന് ഓരോ മികച്ച സിറ്റുവേഷൻസ് നമുക്ക് കിട്ടണം. ഈ ക്യാരക്ടർ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മികച്ച സിറ്റുവേഷൻസ് ഈ ക്യാരക്ടറിന് നേരിടേണ്ടി വരുമ്പോഴാണ് നമുക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെയും ഷാജുവിൻ്റെയൊക്കെ ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരുപാട് സമ്പന്നമാണ്. ക്യാരക്ടർ റിലേറ്റീവിൻ്റെ കാര്യത്തിൽ ഒരുപാട് സമ്പന്നമാണ്. അത് മാക്സിമം നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പടം കാണുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡയറക്ടർ സർ, ക്യാരക്ടർ ഒരാളെ കൊണ്ട് ആ ഒരു ഒരേ ഏജിൽ തന്നെ ഇങ്ങനത്തെ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല. അത് ചേട്ടന് ഒരേപോലെ എക്സ്പീരിയൻസ് ഉള്ള എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വിജയരാഘവൻ എന്ന് പറയുന്നത് അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കുകയാണ്, നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിനിമകളിൽ ഇങ്ങനെ കിട്ടി തുടങ്ങുക. സിമിലർ ആയിട്ടുള്ള നേരത്തെ ഷാജൻ പറഞ്ഞ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടേട്ടൻ. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ തിലകഞ്ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ ചെന്ന് അടുത്ത പള്ളിയിൽ ചെന്ന് ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അതുപോലെ തന്നെയാണ് കുട്ടേട്ടൻ്റെ കാര്യത്തിലും. കുട്ടേട്ടൻ അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് കുട്ടേട്ടൻ ഞാനിപ്പോൾ എപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റ് രാവിലെ എത്തി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തൻ്റെ സീനോടും ആ ക്യാരക്ടറിനോടും ഒക്കെയുള്ള കൗതുകവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഭയങ്കര വലുതാണ്. അതിൻ്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി ഞാൻ ഉദ്ദേശിച്ചത് ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ആർക്കുകയും ശ്രമിക്കുകയും അതിൽ ചിന്തിക്കുകയും ചെയ്യുന്നൊരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണുള്ളത്. അത് ഏതൊരു ആക്ടർക്ക് മാതൃകയാക്കാവുന്ന സീനിയർ നടന്മാരിലൊരാളാണ് അദ്ദേഹം. അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഔസേപ്പിൻ്റെ വസീയത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഇപ്പം ഞാനെന്നല്ല, ഇപ്പോൾ ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലുള്ളതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും 3 മക്കൾക്കും ഇടയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജുവിൻ്റെ ക്യാരക്ടേഴ്സിനിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് ചെയ്യാം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ശരത്തിനോടും ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തുമൊക്കെ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നത്. ഇപ്പം ഞാൻ ഓർത്തിരുന്ന ഇപ്പം എൻ്റെ ഷാജുവിൻ്റെ ഏരിയ മാത്രമല്ല, ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട്. കുട്ടേട്ടൻ്റെ ഏരിയയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഹേമന്തിൻ്റെ എന്നെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയും ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്.
അടിപൊളിയായിരുന്നു. അപ്പം സിനിമ നമ്മൾ കഥ കേൾക്കുമ്പോൾ പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ കാണും. അങ്ങനെ ഒരു 3 ഘട്ടത്തിൽ നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട്. ആ 3 ഘട്ടത്തിലും സാറ്റിസ്ഫൈഡ് ആകുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അതെ, നോർമൽ നമ്മുടെ സിനിമ ചിലത് ഡാർക്കും ചിലത് വൈറ്റും. അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിനും ഡാർക്കും വൈറ്റുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇതാണോ ഇച്ചിരി അട്രാക്ട് ചെയ്തത്? തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ ശരത്തിനോട് പറഞ്ഞു, പോലീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്, ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് ശരത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത്. പക്ഷെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലന്മാരല്ലല്ലോ. അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് റൂഡാവാം, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജോർജിന്റെ ക്യാരക്ടർ. ഇദ്ദേഹം ജോലിയിൽ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് അപ്പനുണ്ട്, ഇദ്ദേഹത്തിന് ചേട്ടനുണ്ട്, ചേട്ടന്റെ ഫാമിലി ഉണ്ട്, അനിയനുണ്ട്, ഇദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ട്. അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് പല പല ഷെയ്ഡ്സിലൂടെ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ് ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല, ഇത് ചെയ്യണോ വേണ്ടിയോ എന്നൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരത്തിനോട് പറഞ്ഞു, ശരത്തെ ഞാൻ ഇന്നാണ് എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ച് അതിന് മറുപടി കുട്ടേട്ടൻ, പോത്തൻ, അതുപോലെ ഹേമന്ത്, സെറിൻ, ലെന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസീത്ത്. അന്നും തോന്നിയിരുന്നു, ഇന്നിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ബാനറിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു പടമായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റിവ്യൂസും വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും എൻകറേജ്മെന്റും കൂടെ ഇത് മുന്നോട്ട് കയറും എന്ന പ്രതീക്ഷയോടെ